ഹലോ ഹായ് അസ്സാം വലൈക്കും. ഇന്നൊരു ചിക്കൻ കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. നമുക്ക് വീഡിയോക്ക് പോയാലോ. അപ്പോൾ ഒരു അടി കട്ടിയുള്ള പാത്രത്തിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഇരിക്കുക, ഒരു 3 വലിയ ഉള്ളിയും കുറച്ച് കറി ലീവ്സ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴണ്ടി വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ആഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അത് വഴണ്ടി വരുമ്പോൾ പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കുറച്ച് ആഡ് ചെയ്തൊക്കെ കൊടുത്താൽ മതി. പൊട്ടാറ്റോ നമ്മൾ വേവിക്കുമ്പോൾ അതിൽ ചേർക്കുന്നുണ്ട്, അപ്പോൾ കുറച്ച് ആഡാക്കി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. പിന്നീട് കുറച്ച് ഗരം മസാല ഇട്ട് ആഡാക്കുന്നത്. എനിക്ക് അത്രയ്ക്ക് എൻ്റെ ഫ്ലേവർ മുന്നിൽ നിൽക്കുന്ന ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നീട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്തെടുക്കുന്നത്. അത് 1 സ്പൂണോ ചേർത്തിട്ടുള്ളൂ. ഞാൻ മുളക് ചതച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചപ്പോൾ അതിൽ മുളക് ചതച്ചിരുന്നു, അപ്പോൾ അതുണ്ടായതുകൊണ്ട് കുറച്ച് എരിവ് കുറച്ചാട്ടോ ചെയ്തേക്കണം. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഇളക്കുക. അങ്ങനെ ലാസ്റ്റ് ഉപ്പ് ആഡാക്കി കൊടുത്ത്. ഫസ്റ്റിലായിരുന്നു ഉപ്പിടുണ്ട്, ഞാൻ മറന്നു പോയതാട്ടോ. ലാസ്റ്റാണ് ഉപ്പിട്ടെടുത്തത്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് വേവിച്ച് ചിക്കന് ഒന്ന് ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടെടുക്കുക കേട്ടോ ചെയ്തത്. ഇനി മസാലയും ചിക്കനും നല്ലോണം ചേർത്ത് ഇളക്കി കൊടുക്കുക. ചിക്കനും മസാലയും നല്ലോണം ചേർത്ത് ഇളക്കിയിട്ട് മസാലകളൊക്കെ ചിക്കനക്ക് പിടിക്കുന്ന പോലത്തെ നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സാക്കിയിട്ട് പിന്നെ കുറച്ച് മല്ലി ആഡാക്കി കൊടുക്കുക. പക്ഷെ നല്ലോണം മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിൻ്റെ ഫ്ലേവർ അതിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നല്ലോണം മിക്സാക്കിയിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചിരുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട്, അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അത് ഇതിലിട്ടിട്ട് നല്ലോണം ഉടച്ച് കൊടുക്കുക. കുത്തി ഉടച്ച് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇങ്ങനെ മിക്സാക്കി കഴിയുമ്പോൾ പിന്നെ നമ്മൾ കട്ട്ലേറ്റിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ അത് ഷേപ്പ് ചെയ്യാം കേട്ടോ. ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് റസ്കും പൊടിയിലും കോൺഫ്ലവറിൻ്റെ പൊടി കേട്ടോ എടുത്തിട്ടുള്ളത്. കോൺഫ്ലവറിൻ്റെ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് കനത്തിൽ കലക്കിയിട്ട് റസ്കും പൊടിയിൽ ഡിപ്പ് ചെയ്ത് കണ്ടാണ് പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. മുട്ട ചേർത്തിട്ടില്ല. ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇനി നമുക്ക് ഫ്രൈ ആക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മുക്കി പൊരിക്കണമെന്നൊന്നുമില്ല. ഒരു ഭാഗത്തേക്ക് വേവാനുള്ള ഓയിൽ ഉണ്ടായാൽ മതി കേട്ടോ. അങ്ങനെ എണ്ണ കുടിക്കുന്നൊന്നുമില്ല. അത് കോൺഫ്ലവറിലെ പൊടിയിൽ ഡിപ്പ് ചെയ്യണോണ്ട് അത്രയ്ക്ക് എണ്ണ കുടിക്കുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളെ വിലപ്പെട്ട കമൻറ്റുകൾ എല്ലാവരും എഴുതി അറിയിക്കണേ.